സോ ഹലോ ഗൈസ്, എല്ലാവർക്കും തുടുവായിട്ടിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ടാണ്. ലെറ്റ്സ് പ്ലേ സീരീസ് പറയുമ്പോൾ നമുക്ക് കുറേ ചെയ്യാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസിലെ ഇന്നത്തെ ടാസ്ക് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നൈറ്റ് സ്കിപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബേസ് ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ടാസ്ക് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ ഇൻട്രോ പറഞ്ഞ ഇടയ്ക്ക് നമ്മളെ വോൾഫ് ഒരു ആടിനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വൂളെടുത്താണ്ട് ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് മരം മുറിച്ചാണ്ട് അതിന്മേൽ നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കണം. ഏത് പിക്കാക്സ്? നമ്മൾ വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയാണ്ട് നമ്മൾ സ്റ്റോൺ മൈൻ ചെയ്യും. അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മൾ ഹാർഡ് കോറൊക്കെ നമ്മളിതായിട്ടാണ് ഓഫ് ക്യാമറയിൽ ഇരുന്നാണ്ട് ഞാനൊന്ന് ഇതായതാ അയണൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്താണ്. അപ്പോഴാണെങ്കിൽ ബ്ലാക്കൊന്ന് ക്രീപ്പറൊന്ന് പൊട്ടി തെളിച്ചു. കേബിളാണെങ്കിൽ ഞാൻ ആ ഭാഗത്ത് ടോർച്ചാണെങ്കിൽ വെച്ചതും ഇല്ല. അപ്പോൾ അങ്ങനെ അത് ചത്തു. അതുകൊണ്ടാണ് നമ്മളെ ഹാർഡ് കോറിൻ്റെ സീരീസ് പിന്നെ വരാനത്. അപ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചത്തപ്പിനൊക്കെ പോയപ്പോഴുള്ള ഒരു സങ്കടം കൊണ്ട് നമ്മൾ വേണ്ടാച്ചു. അങ്ങനെ നമ്മളിതാ ഓക്കെ, ഈ ഭാഗത്ത് എന്താ കുറേ കേവ് ഒക്കെ ഉണ്ട്. നമുക്കതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ ചെറുതായിട്ട് ക്ലിയർ ചെയ്യട്ടെ. ഈ ഭാഗത്തേക്കാണ് നമ്മളെ ബേസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഈ ഭാഗത്തുള്ള ഡേട്ടൊന്ന് മൈൻ ചെയ്തെടുക്കണേ, നല്ല ക്ലിയർ ആക്കി എടുക്കണേ. ഫ്ലാറ്റ് പോലെ ഏരിയ ആക്കിയിട്ട് നമ്മൾ ഇതിലല്ലേ ചെസ്റ്റ് ഒന്നുമില്ല, അതൊക്കെ വെക്കണം. അതായത് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചേക്കാണ്ട് അതിന് നമ്മളിതാ പിക്കാക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിക്കാക്സ് എടുത്തുകൊണ്ട് നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഈ ഭാഗത്തൊക്കെ എന്നിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തന്നെ മൈൻ ചെയ്തെടുക്കാം നമ്മളുടെ ഇട്ട്. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് സ്റ്റോൺ എടുത്തുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ടൂൾസ് നേരെ സ്റ്റോണൊക്കെ ഉണ്ട് അപ്ഗ്രേഡ് ആവണേ. വുഡിൽ നമ്മൾ പിടിച്ചിക്കൂല, നമ്മൾ സ്റ്റോണൊക്കെ മാറുകയാണേ. വുഡ് കൊണ്ട് മൈൻ ചെയ്തിട്ട് കാര്യമില്ല, വേഗം മൈൻ ആവില്ല. അതുകൊണ്ട് നമ്മളെ സ്റ്റോണ് പിക്കാക്സ് സ്റ്റോൺ ആക്സും റെഡിയാക്കി എടുക്കാനുള്ള കോബിൾ സ്റ്റോൺ നമ്മൾ ഇവിടുന്ന് മൈൻ ചെയ്തെടുക്കണേ. സ്റ്റോൺ മൈൻ ചെയ്താൽ കോബിൾ സ്റ്റോൺ ആവുമല്ലോ. അപ്പോൾ കോബിൾ സ്റ്റോൺ വെച്ചാണ് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സ്റ്റോൺ എടുത്തിട്ടും കാര്യമില്ല. ഓക്കെ, നമ്മളിതാ നമ്മൾ ആ വുഡിൻ്റെ പിക്കാക്സ് ആയിട്ടും നമ്മൾ കോബിൾ സ്റ്റോൺസ് മൈൻ ചെയ്തിട്ടുണ്ട്. ആ മൈൻ ചെയ്ത കോബിൾ സ്റ്റോൺ വെച്ച് നമ്മളൊരു പിക്കാക്സ് ഉണ്ട് ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റോൺ പിക്കാക്സും സ്റ്റോൺ ആക്സും നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മരമൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ വേഗം മുറിച്ചാൽ എന്താ നമ്മളെ പവർ വണ്ടിയില്ലേ ആക്സിൻ്റെ. അപ്പോൾ അതൊക്കെ തന്നെ. ഇനി എത്താ 2 ഊളുവാണല്ലേ, അത് നമ്മളെ ചെന്നായകളെ കൊന്നോളും. ഈ നമ്മൾ ഫോറസ്റ്റിൽ ഇതാണല്ലോ, കുറേ നായ്ക്കളും ഉണ്ടാവും, നാടുകളൊക്കെ ഉണ്ടാവും. ആടിന് നായ്ക്ക കൊന്നോളും. നമുക്ക് ഫുഡിനായിട്ട് ഈ പശുവിനെ കൊല്ലാം. ഓക്കെ, അവർക്ക് മലനിരകളൊക്കെ കാണുന്നുണ്ട്, നമുക്ക് അവൾക്ക് ഇനി എന്തെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ ഒരു വോൾഫ് ഉണ്ട്. ഇവിടെ ഓടുണ്ടല്ലോ. ഇല്ല, ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഷീപ്പ് ഉണ്ടാവും വിചാരിച്ചു. ഓക്കെ, നമുക്ക് മരങ്ങളൊക്കെ മൈൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം എത്ര ലോഗുണ്ട്? ഇനി ഇൻവെന്ററി പോകണം. ആദ്യം ഇതും കൂടി ഒന്ന് എടുത്താട്ടെ. അപ്പോൾ നമുക്കിനി നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഇതുണ്ടാകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടാ. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേ. ഇപ്പോൾ 160 സബ്സ്ക്രൈബ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിനി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഇടുന്നതാണ്. വേഗം ഇടും. അപ്പോൾ നമുക്ക് കുറേ ലോഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഓക്ക് ലോഗും കിട്ടി. അപ്പോൾ അതിന് നമ്മൾ കുറേ പ്ലാങ്ക്സ് ആക്കി നമ്മൾ 4 ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ല ചെസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചെസ്റ്റ് നമുക്ക് ഇവിടെ അങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, 2 ചെസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 2 ചെസ്റ്റ് നമ്മൾ ചെസ്റ്റ് കൊണ്ട് വെക്കുകയാണ്. ഇനി എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇതിലേക്ക് നമുക്ക് നിറച്ചിടാം. വെറുതെ ഇൻവെന്ററി നമുക്ക് ഇതാക്കണ്ട, ഇഷ്ടമല്ല അങ്ങനെ ആക്കണ്ട്. ഓക്കെ, കൊളാക്കി എടുക്കേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ സൈഡിൽ ഷീപ്പിനെ കണ്ടായിരുന്നു, അത് നമുക്ക് വെട്ടി കൊല്ലാം. അതിനു മുമ്പ് നമ്മൾ ഫർണസ് അവിടെ വെച്ചിട്ടുണ്ട്. ഫർണസ് വെച്ചിട്ട് നമ്മൾ അതിൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യേണ്ട ഓക്കിൻ്റെ
സ്ലാബ്സ് ആണ് നമ്മൾ ഓക്കെ പ്ലാങ്സ് നമ്മൾ സ്ലാബ് ആക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കോള് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫർണസിൽ വെച്ച് ഇതാക്കിയിട്ടുണ്ട്. നമ്മൾ പ്ലാങ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് വേഗം പോവാണ്, അതുകൊണ്ടാണ് നമ്മൾ പ്ലാങ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വോൾഫ് തന്നെ ഷീപ്പിനെ തപ്പി പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഷീപ്പ് ഓക്കെ നമുക്ക് ഇന്ന് നല്ല ലക്കാണെന്ന് തോന്നണോ. ഇപ്പോൾ തന്നെ 2 ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഷീപ്പും കൂടെ ആയാലും നമുക്ക് നമ്മളെ ഫസ്റ്റ് നൈറ്റ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിടാം. അപ്പോൾ ഞാൻ നോക്കട്ടെ കേട്ടോ ഇവിടെ എവിടെയെങ്കിലും ഷീപ്പ് ഉണ്ടാകുന്നേ. ഓക്കെ ഗായ്സ്, നമുക്ക് ഒരു ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. ആ ഷീപ്പിനെ കൊന്നിട്ടുണ്ട്, പക്ഷെ അത് ബ്രൗൺ ആണ് ഷീപ്പ്. നമുക്കത് കളർ ചെയ്ത് കണ്ട് എടുക്കാം, അങ്ങനെ കളർ അടിച്ചുകൊണ്ട് ഫുള്ളാക്കാം. അപ്പോൾ 3 വൂളായിട്ടുണ്ട്. അല്ല അതെന്താ, അത് വൂളല്ലേ? ഓക്കെ, വൈറ്റ് വൂള് വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 വൂള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈറ്റ് ബെഡ് ഉണ്ടാക്കാം. ഇതെത്താ ഇപ്പോൾ ആടിൻ്റെ ആവശ്യം എടാ, അതെന്ത് പരിപാടിയാണ്? ബെഡിൻ്റെ ആവശ്യം വന്നപ്പോൾ ആടിനൊറ്റൊന്നും കാണില്ല. അല്ല എപ്പോൾ കിട്ടി? സാധാരണ അങ്ങനെ വരില്ലേ? ബെഡിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ഒരു ഷീപ്പിനെയും കാണൂല. ഇപ്പോൾ 3 വൂള് ആയപ്പോൾ തന്നെ കുറേ ഷീപ്പ് സ്പോണായി എടുക്കണം. ഇതൊക്കെയാണ് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ആവശ്യമുള്ള നേരത്തെ ഒന്നും തരില്ല, ആവശ്യമില്ലാത്ത നേരത്ത് കുറേ സാധനങ്ങളുണ്ടാവും നമ്മൾ മുന്നിൽ കൂടെ പോകണം. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ഈ ഭാഗത്തുള്ള ഈ സാധനങ്ങളൊക്കെ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു. മരത്തിൻ്റെ അടിയിലൊക്കെ മറ്റേ ഇലൻ കൊയ്യൂലേ, ആ സാധനം തോന്നുന്നു. അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് വെർഷനാണ് ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഇനി എന്തൊക്കെ ടാസ്ക് വേണമെന്ന് നിങ്ങൾ കമൻ്റ് ഇടുക. അപ്പോൾ നമുക്കത് ചെയ്യാം. ഈ ഭാഗത്തേക്ക് ഇതെത്താ എടാ പൊളിച്ചല, ഈ മരം ഇങ്ങനെ നിൽക്കണു നോക്കിയാ? നിങ്ങൾ ശ്രദ്ധിച്ചാ ആ മരം അങ്ങനെ നിൽക്കുന്നുണ്ടെന്ന്? മൈൻക്രാഫ്റ്റിൻ്റെ ഓരോരോ സാധനങ്ങളെ ഓരോ നേക്ക് ഇങ്ങനെ പഠിച്ചിടും ചില നേരത്ത്. അപ്പോൾ നമുക്ക് ഫുഡിനുള്ള കുറച്ച് ഇറച്ചിയൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. 2 പോത്തിറച്ചി 5 മട്ടനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഇതൊക്കെ വേസ്റ്റുകളൊക്കെ നമ്മൾ നേരെ ചെസ്റ്റിക്ക് തട്ടുകയാണ്. അതൊന്നും ആവശ്യമില്ല. ആക്സും പിക്കാക്സും നമ്മൾ ഈ ഭാഗത്തേക്ക് വെച്ച് പിന്നെ ഫുഡ് നമ്മൾ റൈറ്റ് സൈഡിലും വെക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളതാണ്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഇൻവെൻറ്ററിയിൽ വെച്ചാണ്ട് നമ്മൾ നേരെ ഗുഹയിലോട്ട് പോവുകയാണ്. കേവിൽ പോയാക്കട്ടെ, കോളോ അയണോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, എടുക്കാം. ഈ ഭാഗത്തേക്ക് ഒന്ന് പോയാക്കട്ടെ. ഈ ഭാഗത്തേക്ക് കുറച്ച് ആയാണെന്ന് തോന്നുന്നു. ആണ്. അതുകൊണ്ട് മറ്റേ സൈഡ് പോയേക്കാം. മറ്റേ സൈഡ് കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. സേഫ് ആണെങ്കിൽ മാത്രമേ ഞാൻ പോകണുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ സോംബി കുട്ടനും ക്രീപ്പറണ്ണനെ കണ്ടുവരും കൊല്ലാനായിട്ട്. ഓലൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്, നമ്മളെ കൊല്ലാൻ മാത്രം ജീവിച്ചവരാണ്. അപ്പോൾ ഈ ഭാഗത്ത് എന്തൊക്കെ ഓക്കെ ഒരു കോള് കണ്ടു, 2 കോളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിയാക്കി. ഒരു കോള് കിട്ടി. നമുക്ക് ഈ 2 കോൾ എടുത്താണ് ഇവിടുന്ന് പോവാം, അല്ലെങ്കിൽ ഉള്ളിലേക്കൊന്ന് പോയി വെക്കണം. ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് പോയി വെക്കാം ഈ ഭാഗത്ത് എന്തെങ്കിലും. ഓക്കെ, ഒരു ക്രീപ്പർ എന്ന് സോംബിക്കൂട്ടം വരുന്നുണ്ട്. നമ്മളാ മഞ്ഞ ഹെൽമെറ്റ് അല്ല ഗോൾഡ് ഹെൽമെറ്റ് വെച്ച് ചെറുക്കം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലടിച്ചവൻ ചാവൂല. അങ്ങനത്തെ ഒരു പ്രത്യേകത നമ്മളെ സോംബിക്കുണ്ട്. ഈ പ്രത്യേക സോംബിയാണ് നമ്മുടെ സോംബിക്കുട്ടൻ. ഓക്കെ, സാധാരണ സോംബിക്ക് വെയിൽ കണ്ടാൽ ചാവും. ഇവന് സുരക്ഷയ്ക്ക് വേണ്ടി ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ബൈക്കുമേൽ പോണ പോലെ അവന് വെയിലടിച്ചാൽ വെക്കാൻ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളെ സോംബിൻ്റെ ഒരു വർത്താനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ വർത്താനമൊക്കെ എന്തൊക്കെ? അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞ സാധനം കിട്ടിയില്ല, അയൺ കിട്ടിയില്ല, രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നൈറ്റ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം. ഫസ്റ്റത്തെ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യപ്പോൾ തന്നെ ഫസ്റ്റത്തെ നൈറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ്. ആ ഭാഗത്തുള്ള 2 മരം മുറിച്ചിടണം. പോകുമ്പോൾ ഒരു നാക്ക് കിട്ടണില്ല. ഓക്കെ, ലാഗൊക്കെ ഉണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ബെഡ് കിടന്ന് നമ്മളെ ഫസ്റ്റ് നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സൈഡിൽ കാണാൻ പറ്റും ഡേ പ്ലെയർ 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1ാമത്തെ ഡേ സ്കിപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ സെറ്റപ്പ് ചെയ്യണ്ടേ, നമ്മളെ ബേസ് ഒന്ന് ടെൻ്റ് അടിച്ചണം. അതായത് ജസ്റ്റ് ഒന്ന് വേലി കെട്ടണം. അതൊക്കെ തന്നെ
നമ്മൾ സോംബിക്കും ക്രീപ്പറിനൊന്നും വരാതൊക്കെ ഉള്ള ഒരു ചെറിയൊരു സെറ്റപ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കുറച്ച് ടോർച്ച് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് നിൽക്കണേ. 8 ടോർച്ച് കിട്ടിയിട്ടുണ്ട്. ഈ 8 ടോർച്ച് നമുക്ക് 4 മൂലക്കിലൊക്കെ വെക്കാം. ഒന്ന് ഈ ഭാഗത്ത്, ഒന്ന് ഈ ഭാഗത്ത്, പിന്നെ ഒന്ന് നമ്മൾ ഈ ഭാഗത്ത് വെക്കണം. കാരണം ആ ഭാഗത്ത് നമ്മൾ വരുമ്പോൾ ഒന്ന് കാണാനാണ്, വട്ടം പ്രകാശിക്കണ്ടേ. ഓക്കെ, ഇനി നമുക്ക് ഈ ഏത് ഭാഗത്തേക്കാം? ഓക്കെ, ഈ ഭാഗത്തേക്കാം. അടുത്ത നമുക്ക് ഈ ഭാഗത്തേക്കാം. ഈ കേവെന്നൊക്കെ നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് കണ്ണാണല്ലോ. അപ്പോൾ ഈ ഭാഗത്തേക്ക് വെച്ചാൽ നമ്മൾ ഏത് ഭാഗത്തേക്കാണെന്ന് അറിയും. ഈ മരമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടോ, അത് ഞാൻ ഇനി മുറിച്ച് കളയണില്ല, അത് അവിടെ തന്നെ നോട്ടെ. നാച്ചുറൽ ഭംഗി എന്നല്ലേ. രസമില്ലാത്ത ഭാഗത്തൊക്കെ നമുക്ക് മരങ്ങൾ വേണ്ട, അവിടെ നമുക്ക് മുറിച്ചാൽ. ഓക്കെ, ഈ ഭാഗത്തേക്കും വെച്ചാൽ നമ്മൾ ഈ നേരെ ഈ സ്റ്റെപ്പ് കയറിയാൽ മതി. ഇനി ഓക്കെ, ഇനി ഗോയിക്ക് രാത്രി പോകണമെന്നുണ്ടെങ്കിൽ അതിൽക്കൂടിയും പോവാം, അല്ലെങ്കിൽ ഇതിൽ കൂടിയും പോവാം. ഓക്കെ, ഒരു ക്രീപ്പർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്രീപ്പറിന് ഇങ്ങോട്ട് വരാൻ പറ്റണില്ല എന്ന് തോന്നണോ? ഇല്ല കേട്ടോ, അവിടെ സ്റ്റക്കായി നിൽക്കണേ. നമ്മൾ എൻ്റർമാനത്തെ കാട്ടുണ്ട്, അവിടെ വട്ടം കറങ്ങുണ്ടല്ലോ. എന്താ സംഭവം? എന്താ ബഗ്രോക്കണേ, നമ്മളെ ബഗ്രോക്ക്. പിന്നെ ഗ്രാസും കൈക്ക് പിടിച്ച് അവിടെ വട്ടം നേരം കളിച്ചണേ. നമുക്ക് ഈ 2 മരം ഒന്ന് മുറിച്ച് കളയാം. ഇത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കേവൊന്നും ഇങ്ങോട്ട് വരാൻ ഒരു സുഖമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മരം ഇങ്ങോട്ട് മുറിച്ച് കളയാം. മുറിച്ചുകൊണ്ട് നമുക്ക് എന്ത് ഡിസൈൻ ഉണ്ടാക്കലേ? നമുക്കിനി കുറേ സാമ്പിളിങ്സൊക്കെ കിട്ടാണ്ട്. ഓക്കെ, അതൊക്കെ നമ്മളിനി വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ആവശ്യമില്ലാത്ത നേരത്തെ കുറേ ഷീപ്സ് നമ്മളെ കൺമുന്നിൽ. ഏതായാലും ഇനിയിപ്പോൾ കൂൾ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് ഫുഡിനായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഫുഡ് ഇതാക്കേണ്ടി വരും. അതിന് മുമ്പ് നമുക്ക് കുറച്ചും കൂടി ഇതുണ്ടാക്കണം. ഫെൻസ് ഇവിടെ വെക്കണം. ഓക്കെ, ആദ്യം ഈ ടോർച്ച് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ വരുമ്പോൾ കയറാം. അത് നമുക്ക് സെറ്റാക്കാം. അവിടുന്ന് ഒരു ഇത് വെക്കാം, ഡേട്ട് വെച്ചാൽ നമുക്ക് അവിടുന്ന് കയറാനുള്ള രീതി വെക്കാം. ചെറുതായിട്ടൊന്ന് വെക്കണുള്ളൂ, കാരണം വലുതാക്കി വെക്കാനുള്ള ഫെൻസ് നമ്മളെ കയ്യിലില്ല. ഓക്കെ, ഇത്ര വെക്കണുള്ളൂ. ഇതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഈ ഭാഗത്ത് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളാവെന്ന് തോന്നണില്ല, ഇനി ഒരു 2 ഉള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റ് ചെയ്യാനുള്ള വുഡ് നമ്മളെ കൈക്കലുണ്ടായി നോക്കുകയാണെങ്കിൽ 31 പ്ലാങ്ക്സ് കിട്ടിയിട്ടുണ്ട്. അതിനുള്ള നമ്മൾ ക്രാഫ്റ്റിങ് ചെയ്തിട്ടുണ്ട്. 21 ഫെൻസ് എടുത്തുകൊണ്ട് നമ്മളിവിടെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് ആരും കയറി വരാനാണെങ്കിൽ കയറി വരാൻ ആരും ഇല്ലെങ്കിലും നമ്മളെ ഉപദ്രവിക്കുന്ന ഒരാളുണ്ട്. അയാളാണ് സ്കെൽട്ടൻ അണ്ണൻ, ക്രീപ്പർ അണ്ണൻ, സോംബി കുട്ടന് എന്നിവരൊക്കെയാണ് നമ്മളെ ശത്രു എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ നമുക്ക് എതിർക്കണമെന്നുണ്ടെങ്കിൽ ഷീൽഡൊക്കെ വേണം. ഷീൽഡിന് അയാളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ തപ്പെടുക്കുന്നതാണ്. അവിടെ ഒരു കേവ് ഉണ്ട്, ആ കേവൊക്കെ ഒന്ന് പോയേക്കാം. അപ്പോൾ നമ്മൾ 2 ഭാഗത്തേക്ക് ഒരാളെ കാർപ്പറ്റ് വെച്ചിട്ടുണ്ട്, ബ്രൗൺ കാർപ്പറ്റ് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൽ കയറാം, ഉറങ്ങാൻ വേഗം കയറാൻ നൈറ്റിന്. ഈ ഭാഗത്ത് നമുക്ക് ഇനി മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് കയറാൻ. ഈ ഭാഗത്തേക്ക് നമ്മൾ മൊത്തം മുറിച്ചിട്ടില്ല, അത് കുറച്ചൊക്കെ മുറിച്ചുകൊണ്ട് കയറുമ്പോൾ ഈ ഭാഗത്തും വെക്കുക, ഇനി ഈ ഭാഗത്തും വെക്കുക. കാരണം അവിടെയും കുറച്ച് മരങ്ങളുണ്ട്, അവിടെ നിന്ന് മുറിച്ച് വരുമ്പോൾ വേഗം കയറാനായിട്ട് ഈ ഭാഗത്തും കാർപ്പറ്റ് വെച്ചിട്ടുണ്ട്. അധികം വന്ന ഒരു ഫെൻസ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ബ്രൗൺ കാർപ്പറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫെൻസിൻ്റെ മേലെ കൂടെ കയറാൻ പറ്റും, വേറെ ആർക്കും കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗത്തും വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ. എല്ലാവർക്കും ബൈ.